ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യതീന്ദ്രൻ സൂര്യയുടെ റൂമിൽ വന്ന് സൂര്യയെ കണ്ട് സംസാരിക്കുകയാണ്. നീ ആയിട്ട് ഇനി ഇവിടെ ഒരു പ്രശ്നവും ഉണ്ടാക്കരുത്. നിന്റെ അനിയത്തി വേദയുടെ കല്യാണ നിശ്ചയമാണ്. അതുകൊണ്ട് നീ ഞാൻ പറയുന്നത് അനുസരിക്കണം. നീയാണ് ഈ ചടങ്ങുകളൊക്കെ മുന്നിൽ നിന്ന് നടത്തേണ്ടതും. ഈ വേദയുടെ ഏട്ടനായിട്ട് മുന്നിൽ നിന്ന് ഈ ചടങ്ങ് ഭംഗിയായിട്ട് തന്നെ നടത്തണം. നിന്റെ മനസ്സിലെ എല്ലാ സംശയങ്ങളും തൽക്കാലത്തേക്ക് എനിക്ക് വേണ്ടി മാറ്റിവെച്ച് ഈ ചടങ്ങിൽ ഒരു പ്രശ്നവുമില്ലാതെ നീ മുന്നിൽ നിന്ന് നടത്തണം. സൂര്യ പറയണ അതിനെ എനിക്ക് ആ രഞ്ജിത്തിൻ്റെ സ്വഭാവം അത്രയ്ക്ക് പിടിച്ചിട്ടില്ല ഡാഡി. തൽക്കാലം നീ ഇപ്പോൾ അത് നോക്കണ്ട. വേദയ്ക്ക് ഇഷ്ടപ്പെട്ടല്ലോ രഞ്ജിത്തിനെ, പിന്നെ എന്തിനാണ് നീ വെറുതെ തടസ്സം നിൽക്കുന്നത്? അതുകൊണ്ട് അവളും രഞ്ജിത്തും കൂടിയാണ് ജീവിക്കേണ്ടത്. അവൾക്ക് രഞ്ജിത്തിനെ ഇഷ്ടപ്പെട്ടു, അപ്പം പിന്നെ നീ എന്തിനാ വെറുതെ പ്രശ്നമുണ്ടാക്കുന്നത്? ഞാൻ പറയുന്നത് പോലെ നീ അങ്ങ് അനുസരിച്ചാൽ മതി. അങ്ങനെ യതീന്ദ്രൻ്റെ വാക്കുകൾ മനസ്സില്ലാ മനസ്സോടെ സൂര്യ പിന്നെ അനുസരിക്കാൻ തീരുമാനിക്കാൻ കേട്ടോ. അപ്പോഴാണ് നന്ദിനി പറയുന്നത്, യതീന്ദ്രൻ സാറ് പറഞ്ഞതുപോലെ തന്നെ സൂര്യ സാറ് അനുസരിക്കണം. ഒരു ദിവസത്തേക്ക് വേദയുടെ ഏട്ടനായിട്ട് യതീന്ദ്ര സാറിൻ്റെ മകനായിട്ട് എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് തന്നെ മുന്നിൽ നിന്നും സൂര്യ സാറ് നടത്തി കൊടുക്കണം എന്ന് നന്ദിനി കൂടി പറയുകയാണ് കേട്ടോ. അപ്പോൾ അതുവരെ നന്ദിനി സംസാരിക്കാതിരുന്ന നന്ദിനി പെട്ടെന്ന് സൂര്യയോട് സംസാരിക്കുന്നത് കേട്ടപ്പോൾ സൂര്യ തന്നെ അങ്ങ് ഞെട്ടിപ്പോവാട്ടോ. എന്നിട്ട് നന്ദിനി, നീ എന്നോട് സംസാരിക്കുന്നു, അപ്പോൾ നിനക്ക് എന്നോടുള്ള പിണക്കം മാറിയോ നന്ദിനി? ഇപ്പോൾ നന്ദിനി പറയാണ്, സംസാരിക്കേണ്ട സമയത്ത് സംസാരിക്കണമല്ലോ, അപ്പോൾ ആ സമയത്ത് പിണക്കമാണെന്ന് കരുതി സംസാരിക്കാതിരിക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് സൂര്യ സാറ് യതീന്ദ്രൻ സാറ് പറയുന്നത് പോലെ എല്ലാ കാര്യങ്ങൾക്കും ഭംഗിയായിട്ട് തന്നെ സാറ് മുന്നിൽ നിന്ന് ഒരു പ്രശ്നവും ഉണ്ടാക്കാതെ വേദയുടെ കല്യാണ നിശ്ചയം നടത്തി കൊടുക്കണം. ഇന്നത്തെ ഒരു ദിവസത്തെങ്കിലും സാറ് യതീന്ദ്ര സാറിൻ്റെ മകനായി വേദയുടെ ഏട്ടനായിട്ട് സാറ് മുന്നിൽ നിന്നും എല്ലാ കാര്യങ്ങളും നടത്തി കൊടുക്കണം. അത് കേട്ടപ്പോൾ യതീന്ദ്രന് ഒരുപാട് സന്തോഷമാവാം കേട്ടോ. കണ്ടില്ലേ നന്ദിനി സംസാരിക്കുന്നത്, എത്ര വൃത്തിയായിട്ടാണ് നന്ദിനി സംസാരിക്കുന്നത്. അപ്പം നിനക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ? ഇനി എന്തായാലും നീ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് വാ, ഞാൻ മറ്റുള്ളവരൊക്കെ എന്ത് ചെയ്യുന്നു എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് യതീന്ദ്രൻ അങ്ങ് പോവാട്ടോ. അങ്ങനെ നന്ദിനിയുടെ അടുത്തേക്ക് സൂര്യ ചെന്നിട്ട് താങ്ക്സ് എന്ന് പറയുകയാണ്. അപ്പോൾ നന്ദിനി ഒന്നും മിണ്ടാതെ സൂര്യ തന്നെ നോക്കുകയാണ് കേട്ടോ. നീ എന്താ നന്ദിനി ഇങ്ങനെ നോക്കുന്നത്? നീയല്ലേ ഇപ്പോൾ കുറച്ച് നേരത്തെ എന്നോട് സംസാരിച്ചതിനാണ് ഞാൻ നിന്നോട് താങ്ക് യു പറഞ്ഞത്. എന്നിട്ട് നീ എന്താ ഒന്നും മിണ്ടാതെ എന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? അപ്പോൾ നന്ദിനി വീണ്ടും ദേഷ്യത്തിൽ സൂര്യയെ നോക്കുകയാണ് കേട്ടോ. എന്നിട്ട് അവിടെ ഇരിക്കുന്ന തോർത്തെടുത്ത് കൊടുക്കുകയാണ്, പോയി ഫ്രഷ് ആയിട്ട് വാ എന്നുള്ള ഭാവത്തിൽ കേട്ടോ. അപ്പോൾ വീണ്ടും നന്ദിനിയുടെ അടുത്തേക്ക് സൂര്യ ചെന്നിട്ട് പറയാണ്, നീയല്ലേ ഇപ്പോൾ എന്നോട് കുറച്ച് മുന്നേ സംസാരിച്ചത്, ഇപ്പോൾ എന്താ വീണ്ടും നീ എന്നോട് പിണങ്ങിയോ എന്ന് ചോദിക്കുമ്പോൾ നന്ദിനി അവിടെ ഇരിക്കുന്ന സ്ലൈറ്റ് എടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് അതിൽ എഴുതുകയാണ്. അപ്പോൾ എന്താണ് എഴുതുന്നത് എന്നുള്ളത് സൂര്യ നോക്കുമ്പോൾ സൂര്യ നോക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് മറച്ചു വെച്ചാണ് എഴുതുന്നത് കേട്ടോ. അപ്പോൾ സൂര്യ പറയണേ, ഇതെന്താ എക്സാം എഴുതുകയാണോ നീ എന്നെ കാണിക്കാതിരിക്കാൻ വേണ്ടി എന്ന് ചോദിക്കട്ടോ. അങ്ങനെ നന്ദിനി എഴുതി കഴിഞ്ഞ ശേഷം ആ സ്ലൈറ്റ് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതിൽ എഴുതിയിട്ടുണ്ടാവും, യതീന്ദ്രൻ സാറ് നമ്മൾ തമ്മിലുള്ള പ്രശ്നം അറിയണ്ട എന്ന് കരുതിയാണ് ഞാൻ യതീന്ദ്രൻ സാറിൻ്റെ മുന്നിൽ വെച്ച് ഞാൻ സൂര്യ സാറിനോട് സംസാരിച്ചത്, അല്ലാതെ ഞാൻ സൂര്യ സാറിനോട് മിണ്ടിയിട്ടൊന്നുമില്ല. സൂര്യ എന്താ നന്ദിനി ഇപ്പോൾ ഇങ്ങനെ പറയുന്നത്? അപ്പോൾ സൂര്യയുടെ അടുത്തേക്ക് നന്ദിനി അങ്ങ് മാറി നിൽക്കുമ്പോൾ വീണ്ടും നന്ദിനി ആ സ്ലേറ്റിൽ എഴുതുകയാണ് കേട്ടോ. അപ്പോൾ സൂര്യ ചോദിക്കുകയാണ്, ഇനി എന്താണ് നീ എഴുതുന്നത്? നന്ദിനി സ്ലേറ്റിൽ എഴുതി കഴിഞ്ഞ ശേഷം സൂര്യക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതിൽ എഴുതിയിട്ടുണ്ടാവുക, പോയി പെട്ടെന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് വാ എന്നായിട്ടോ എഴുതിയിട്ടുണ്ടാവുക. അപ്പോൾ സൂര്യ അത് വായിച്ച ശേഷം നന്ദിനിയോട് പറയണേ, നീ നല്ല പിടിവാശിക്കാരി തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നന്ദിനിയെ തന്നെ നോക്കിയിട്ടാണ് ബാത്റൂമിലേക്ക് കയറി പോകുന്നത്. പിന്നീട് രാജുവേട്ടൻ നന്ദിനിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ. അപ്പോഴാണ് അവിടെ ചുമരിൽ നന്ദിനിയുടെയും സൂര്യയുടെയും ഫോട്ടോ തൂക്കിയിട്ടിരിക്കുന്ന ആ സ്ഥലത്ത് വേദയുടെയും രഞ്ജിത്തിൻ്റെയും ഫോട്ടോ ആണ് തൂങ്ങിക്കിടക്കുന്നത്. അത് കണ്ടപ്പോൾ രാജുവേട്ടൻ സ്വയം മനസ്സിൽ പറയുകയാണ്, അത് ശരി, സൂര്യ സാറിൻ്റെയും നന്ദിനി മോളുടെയും ഫോട്ടോ വെച്ച ഭാഗത്ത് ഇപ്പോൾ വേദയുടെയും രഞ്ജിത്തിൻ്റെയും ഫോട്ടോ ആണല്ലോ ഇരിക്കുന്നത്. ഇതിനു വേണ്ടിയാണോ സൂര്യ സാറിൻ്റെയും നന്ദിനി മോളുടെയും ഫോട്ടോ ഇവർ നശിപ്പിച്ചത്? ഇതിപ്പോൾ ഇവർക്ക് നശിപ്പിക്കാതെ തന്നെ ഇത് വെച്ചാൽ പോരായിരുന്നോ? എന്തിനാണ് ഇങ്ങനെ ഒരു മഹാപാപം ചെയ്തത്? ഇവർക്കൊക്കെ എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യാൻ തോന്നുന്നത് എന്നൊക്കെ മനസ്സിൽ സ്വയം പറഞ്ഞുകൊണ്ടാണ് കേട്ടോ രാജുവേട്ടൻ നന്ദിനിയുടെ അടുത്തേക്ക് ചെല്ലാൻ പോകുന്നത്. അപ്പോഴത്തേക്കും നന്ദിനി താഴേക്ക് ഇറങ്ങി വരികയാണ്. അപ്പോഴാണ് ഈ ഫോട്ടോ നന്ദിനി കാണുന്നത് കേട്ടോ. വേദയും രഞ്ജിത്തും ഒരുമിച്ച് നിൽക്കുന്ന ആ ഫോട്ടോ കണ്ടപ്പോൾ നന്ദിനി ചെറുതായിട്ടൊന്ന് വിഷമത്തോടു കൂടിയാണ് കേട്ടോ ആ ഫോട്ടോയിലേക്ക് നോക്കുന്നത്. ഞാനും സൂര്യ സാറും ഒരുമിച്ച് നിൽക്കുന്ന ആ ഫോട്ടോ ഇവിടെ വെച്ചപ്പോൾ എല്ലാവർക്കും അത് എന്തുമാത്രം അധികം ദേഷ്യവും വെറുപ്പുമായിരുന്നു. അതിനായിരുന്നോ ഈ ഫോട്ടോ വെക്കാൻ വേണ്ടിയായിരുന്നോ ഞങ്ങളുടെ ഫോട്ടോ നശിപ്പിച്ചത് എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ നന്ദിനി ആ ഫോട്ടോയിലേക്ക് നോക്കുന്നത്. എന്നിട്ട് വിഷമമൊന്നും പ്രകടിപ്പിക്കാതെ പെട്ടെന്ന് നന്ദിനി താഴേക്ക് ഇറങ്ങി ചെല്ലാൻ കേട്ടോ. അപ്പോൾ രാജുവേട്ടനെ കാണുമ്പോൾ, രാജുവേട്ട വാ നമുക്ക് പെട്ടെന്ന് ജോലി തീർക്കാമെന്ന് പറയട്ടോ. അപ്പോൾ രാജു പറയണം, നന്ദിനി നീ ഇത് കണ്ടില്ലേ, എന്താ നീ ഒന്നും മിണ്ടാതെ പോകുന്നത്? രാജുവേട്ടാ ഞാൻ കണ്ടു, നല്ല ചേർച്ചയുണ്ടല്ലേ, രണ്ടുപേരും തമ്മിൽ നല്ല യോജിപ്പുണ്ടല്ലേ നന്ദിനി, നിനക്ക് നല്ല വിഷമമുണ്ടെന്നുള്ളത് രാജുവേട്ടൻ
സാറിനറിയാം നീ എന്തിനാണ് നിൻ്റെ വിഷമം മനസ്സിൽ വെച്ചിട്ട് സംസാരിക്കുന്നത്. സൂര്യ സാർ ഇത് കണ്ടാലേ ഇവിടെ ഒരു വലിയ പ്രശ്നം തന്നെയാണ് ഉണ്ടാവാൻ പോകുന്നത്. രാജുവേട്ടനായിട്ട് ഒന്നും പറയാൻ നിൽക്കണ്ട. യതീന്ദ്രൻ സാർ ഇപ്പോൾ റൂമിൽ വന്ന് സംസാരിച്ചിട്ട് പോയതേ ഉള്ളൂ. വേദയുടെ കല്യാണ നിശ്ചയം ഒരു കുഴപ്പവും കൂടാതെ മുന്നിൽ നിന്ന് സൂര്യ സാറിനോട് നടത്തി കൊടുക്കാനൊക്കെ പറഞ്ഞിട്ടാണ് യതീന്ദ്രൻ സാർ ഇപ്പോൾ സംസാരിച്ചിട്ട് പോയത്. സാർ ഇപ്പോൾ കുളിക്കാൻ വേണ്ടി ബാത്റൂമിലേക്ക് കയറിയതേ ഉള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ചൊന്നും സംസാരിക്കേണ്ട. അല്ല മോളെ, ഇതൊക്കെ ചെയ്തു കൂട്ടുന്നത് അമേരിക്കയിൽ നിന്ന് വന്നിട്ടുള്ള അഹങ്കാരിയില്ലേ, അവളുടെ ഒരു പണിയാണ്. ആ ഹരിതയുടെ അഹങ്കാരമാണ് ഇപ്പോൾ ഇതൊക്കെ കാണിച്ചു വെച്ചിരിക്കുന്നത്. നീ കണ്ടില്ലേ മോളെ, ഈ വീട് മുഴുവനും ഫോട്ടോസും എല്ലാം തന്നെ വെച്ചിട്ടുണ്ട്. പക്ഷേ അതിലൊരെണ്ണം പോലും സൂര്യ സാറിൻ്റെയും മോളുടെയും ഫോട്ടോ ഇല്ല. ബാക്കി എല്ലാവരും ചേർന്ന് നിൽക്കുന്ന കുടുംബ ഫോട്ടോ എല്ലാം ഉണ്ട്. പക്ഷേ സൂര്യ സാറിൻ്റെയും മോളുടെയും ഫോട്ടോ മാത്രമില്ല. ഇതൊക്കെ അഹങ്കാരം വിളിച്ച അമേരിക്കയിൽ നിന്നും വന്നിട്ടുള്ള ആ മദാമയില്ലേ, അവളുടെ പണിയാണ് എന്നൊക്കെ പറഞ്ഞ് രാജു നല്ല ദേഷ്യത്തിൽ സംസാരിക്കാൻ കേട്ടോ. അപ്പോൾ നന്ദിനി പറയണേ, വെറുതെ രാജുവേട്ടൻ സംസാരിക്കുന്നത് ഇനി മറ്റുള്ളവർ കേട്ട് അടുത്ത പ്രശ്നം ഉണ്ടാക്കണ്ട. രാജുവേട്ടൻ പെട്ടെന്ന് ജോലിയൊക്കെ തീർക്കാൻ നോക്ക്. ഇന്നിപ്പോൾ കല്യാണ നിശ്ചയം വരുന്നതല്ലേ, അതുകൊണ്ട് ഇനിയിപ്പോൾ നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കണ്ട. അപ്പോൾ രാജു പറയണേ, നമ്മളായിട്ട് പ്രശ്നം ഉണ്ടാക്കണ്ട, എന്തായാലും സൂര്യ സാർ ഇത് കണ്ടാലേ ഒരു പ്രശ്നം ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോഴത്തേക്കും യതീന്ദ്രൻ വരിക കേട്ടോ. അപ്പോൾ യതീന്ദ്രൻ അതൊക്കെ കണ്ടിട്ട് അങ്ങ് അതിശയിച്ചു പോവാണ്. ഞാനിവിടെ നിന്ന് പോകുന്നത് വരെയും ഇങ്ങനെ ഒരു ഫോട്ടോസൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇതിപ്പോൾ പെട്ടെന്ന് എവിടെ നിന്നാണ് ഈ ഫോട്ടോസ് വന്നത് എന്നുള്ള ഭാവത്തിൽ കേട്ടോ. അങ്ങനെ വേദയും രഞ്ജിത്തും ഒരുമിച്ച് നിൽക്കുന്ന ആ ഫോട്ടോയും കാണുകയും നന്ദിനിയും ഒരുമിച്ച് നിൽക്കുന്ന ആ ഫോട്ടോ വെച്ച ആ ഭാഗത്ത് തന്നെയാണ് വേദയുടെയും രഞ്ജിത്തിൻ്റെയും ഫോട്ടോ വെച്ചത് കാണുമ്പോൾ യതീന്ദ്രൻ ഒരു ചെറിയ വിഷമമൊക്കെ ഉണ്ട് കേട്ടോ. എന്നിട്ട് എല്ലാ ഫോട്ടോസും നോക്കുന്ന അതിലൊരെണ്ണം പോലും സൂര്യയുടെയും നന്ദിനിയുടെയും ഫോട്ടോ ഇല്ല. അപ്പോഴത്തേക്കും അവിടേക്ക് പത്മ വരികയാണ്. എന്നിട്ട് പത്മയോട് ചോദിക്കുകയാണ്, അല്ല ഇതുവരെയും ഈ ഫോട്ടോസൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ, ഇപ്പോൾ പെട്ടെന്ന് എവിടെ നിന്നാണ് ഈ ഫോട്ടോസ് എല്ലാം വന്നത്? നീ എന്താ ഈ ഫോട്ടോസ് എല്ലാം ആദ്യം കണ്ടിരുന്നോ? അപ്പോൾ പത്മ പറയണ, എന്നോട് ചോദിച്ചിട്ടാണ് ഇതെല്ലാം തന്നെ ഫ്രെയിം ചെയ്തത്. എനിക്കിഷ്ടപ്പെട്ട ഫോട്ടോസുകളാണ് ഞാനിപ്പോൾ സെലക്ട് ചെയ്ത് ഹരിതയാണ് ഇതെല്ലാം വെച്ചിട്ടുള്ളത്. ഹരിതയുടെ കഴിവാണ് ഇതെല്ലാം ചെയ്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ പത്മയോട് ചോദിക്കുകയാണ്, അല്ല സൂര്യയുടെയും നന്ദിനിയുടെയും ഒരു ഫോട്ടോ പോലും ഇതിനോടൊപ്പം ഇല്ലല്ലോ. അപ്പോൾ പത്മ പറയണ, അതിന് അവനുണ്ട് കുടുംബ ഫോട്ടോയുടെ കൂടെ. അവൻ നിന്നോ? അവൻ നിന്നില്ലല്ലോ. നമ്മൾ നിർബന്ധിച്ചിട്ടും കാര്യമില്ലല്ലോ. അവൻ പ്രശ്നമുണ്ടാക്കാനല്ലേ ഒരുങ്ങിയത്. പിന്നെ എങ്ങനെയാണ് അവൻ്റെ ഫോട്ടോ ഫാമിലി ഫോട്ടോയുടെ കൂടെ ഉണ്ടാവുക? ഇത് കേട്ടും കൊണ്ട് ഹരിത വരികയാണ്. എന്നിട്ട് ഹരിത പറയണ, ഞാൻ പറയാം മറുപടി. നമ്മളെല്ലാവരും ഫാമിലി ഫോട്ടോ എടുക്കാൻ വേണ്ടി നിന്നപ്പോൾ സൂര്യ വന്നില്ലല്ലോ. പിന്നെ സൂര്യയുടെ ഫോട്ടോ എങ്ങനെയാണ് അങ്കിൾ അതിലുണ്ടാവുക? അതുകൊണ്ടാണ് സൂര്യയുടെ ഫോട്ടോ ഇല്ലാത്തത്. അല്ല സൂര്യ വന്നു കഴിഞ്ഞ ശേഷം കുറേ ഫോട്ടോസ് എടുത്തല്ലോ. സൂര്യയും നന്ദിനിയും അടക്കം എല്ലാ ഫോട്ടോസും എടുത്ത് അതിലത്തെ ഒരു ഫോട്ടോ പോലും ഇതിലില്ലല്ലോ. അപ്പോൾ ഹരിത പറയണ, അത് ഫാമിലി ഫോട്ടോയായി കണക്കാക്കാൻ കഴിയില്ലല്ലോ. വീട്ടിൽ ജോലി ചെയ്യുന്നവരോടൊപ്പം നിൽക്കുന്ന ഫോട്ടോ എങ്ങനെയാണ് ഈ ഹാളിലൊക്കെ നമ്മൾ ഫ്രെയിം ചെയ്ത് വെക്കുക? അത് ഫാമിലിയിൽ പെടില്ലല്ലോ. സൂര്യ അപ്പോൾ ഫാമിലിയിൽ പെടില്ല. അതുകൊണ്ടാണ് ഞാനത് വേണ്ട എന്ന് വെച്ചത്. സൂര്യയോട് എത്ര പറഞ്ഞാലും സൂര്യയ്ക്കത് മനസ്സിലാവില്ലല്ലോ. വീട്ടുജോലിക്കാരോടൊപ്പം ഫോട്ടോ എടുത്ത് അതെല്ലാം ഈ ഹാളിൽ തൂക്കണം, എന്നിട്ട് കുടുംബ ഫോട്ടോയാണെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും അങ്കിൾ എന്നൊക്കെ പറഞ്ഞ് യതീന്ദ്രൻ്റെ വായടപ്പിക്കുന്ന ആ സമയത്താണ് അവിടേക്ക് വേദയുടെ കൂട്ടുകാരി ഹേമ അവിടേക്ക് വരുന്നത്. അപ്പോൾ പത്മ ചോദിക്കാൻ, അല്ല ഹേമ നീ എവിടെയായിരുന്നു? എത്ര നേരമായി മോളെ നിന്നെ കാത്തു നിൽക്കുന്നു? അത് പിന്നെ ആൻറ്റി, വേദ എന്നോട് ഒരു സാധനം വാങ്ങാൻ പറഞ്ഞിരുന്നു, അത് വാങ്ങിക്കാൻ പോയതാണ്, അതുകൊണ്ടാണ് ലേറ്റ് ആയത്. വേദ എവിടെയാണ് എന്ന് ചോദിക്കുമ്പോൾ അവൾ റൂമിലുണ്ട്. റജയാണ് അവളെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്, മോള് പെട്ടെന്ന് ചെല്ല് എന്ന് പറയട്ടോ. അങ്ങനെ ഹേമ റൂമിലേക്ക് പോകുമ്പോഴാണ് രഞ്ജിത്തും വേദയും നിൽക്കുന്ന ആ ഫോട്ടോ ഹേമ കാണുന്നത്. അങ്ങനെ ആ ഫോട്ടോ ഒക്കെ നോക്കിയിട്ടാണ് റൂമിലേക്ക് ചെല്ലാൻ പോകുമ്പോഴാണ് അവിടെ രഞ്ജിത്ത് ഇരിക്കുന്നത് കാണട്ടോ. അപ്പോൾ രഞ്ജിത്താണെങ്കിലോ ഹേമ വരുന്നത് കാണുന്നുണ്ട്. എന്നിട്ട് കാണാത്ത മട്ടിൽ ഇങ്ങനെ തലയും താഴ്ത്തിയിട്ട് കമ്പ്യൂട്ടറിൽ നോക്കിയിരിക്കുകയാണ് കേട്ടോ, ലാപ്ടോപ്പിൽ നോക്കിയിരിക്കുകയാണ്. എന്നിട്ട് ഹേമ രഞ്ജിത്തിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് പറയാണ്, ഹായ് ഞാൻ വേദയുടെ ഫ്രണ്ടാണ്, എൻ്റെ പേര് ഹേമ. അങ്ങനെ രഞ്ജിത്ത്, എൻ്റെ പേര് രഞ്ജിത്ത് എന്ന് പറഞ്ഞ് പരിചയപ്പെടുക കേട്ടോ. എന്നിട്ട് രഞ്ജിത്ത് ഹേമയ്ക്ക് കൈ കൊടുക്കുകയാണ്. അല്ല വേദ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഇതാ ആ റൂമിലുണ്ട് എന്ന് പറയട്ടോ. അങ്ങനെ ഹേമ വേദയുടെ റൂമിലേക്ക് പോവാൻ കേട്ടോ. അങ്ങനെ റൂമിലേക്ക് പോയി കഴിഞ്ഞ ശേഷം രഞ്ജിത്ത് ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്നിട്ട് രഞ്ജിത്ത് അവിടെ ഇരിക്കുന്ന ആ റിമോട്ടിൻ്റെ കാർ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ കാറിൽ രഞ്ജിത്ത് ക്യാമറ പതിപ്പിച്ചിട്ടുണ്ടാവും. എന്നിട്ട് ലാപ്ടോപ്പിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടാവും കേട്ടോ. എന്നിട്ട് രഞ്ജിത്ത് റിമോട്ട് കൺട്രോളുള്ള ആ കാറ് വേദയുടെ റൂമിലേക്കാണ് വിടുന്നത്. അങ്ങനെ പെട്ടെന്ന് തന്നെ ആ കാറ് വേദയുടെ റൂമിലേക്ക് അങ്ങ് പോവുകയാണ്. അപ്പോഴത്തേക്കും ഹേമ അവിടെ ചെന്ന് സംസാരിക്കുകയാണ്. അങ്ങനെ വേദയെ ഡ്രസ്സ് മാറാൻ വേണ്ടി കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഒരുങ്ങാണ് കേട്ടോ. അപ്പോൾ ഇന്ദ്രജയും ഒപ്പം ഉണ്ട്. അങ്ങനെ ഇന്ദ്രജയും വിജയനും കൂടി റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. നിങ്ങൾ തമ്മിൽ ഡ്രസ്സൊക്കെ മാറിയ ശേഷം മേക്കപ്പൊക്കെ ഇട്ട്
കേട്ട ശേഷം ഞങ്ങൾ എല്ലാവരും അവിടെ കാത്തു നിൽക്കുന്നുണ്ടാവും, നിങ്ങൾ പെട്ടെന്ന് റെഡി ആവണം എന്നൊക്കെ പറഞ്ഞാണ് ഇന്ദ്രജ ആ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്. ഇന്ദ്രജ റൂമിൻ്റെ ഡോർ അടക്കുന്ന ആ ഒരു സമയത്തിൻ്റെ ആ ഒരു ഗ്യാപ്പിലാണ് പെട്ടെന്ന് തന്നെ റിമോട്ട് കൺട്രോളുള്ള ആ കാറ് വേദയുടെ റൂമിലേക്ക് രഞ്ജിത്ത് ഓടിച്ചാക്കുന്നത് എന്നിട്ട് രഞ്ജിത്ത് രക്ഷപ്പെട്ടു, അത് റൂമിലെത്തിയിട്ടുണ്ട് എന്നിങ്ങനെ ലാപ്ടോപ്പിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ എല്ലാം കാണുന്നുണ്ട്. അവിടെ നടക്കുന്ന എല്ലാം തന്നെ എനിക്കിവിടെ ലാപ്ടോപ്പിൽ കാണാം എന്നുള്ള ഭാവത്തിൽ അങ്ങനെ രഞ്ജിത്ത് കാറിൽ ക്യാമറ പതിച്ചത് ആരും തന്നെ അറിയുന്നില്ല. അങ്ങനെ ഈ കാറ് ഓടിച്ച് കളിക്കുകയാണെന്നല്ലേ എല്ലാവരും കാണുന്നവർ വിചാരിക്കൂ എന്നുള്ള ഭാവത്തിലാണ് അങ്ങനെ വേദയുടെ റൂമിലേക്ക് ആ കാറ് ഇങ്ങനെ എത്തിയ ശേഷം വേദയും ഹേമയും കൂടി സംസാരിക്കുകയാണ് എന്നിട്ട് ഹേമ പറയുകയാണ്, എന്നാൽ പെട്ടെന്ന് തന്നെ വേദ നീ ഡ്രസ്സൊക്കെ മാറിക്കോ എന്ന് പറഞ്ഞ് ഡ്രസ്സ് എടുത്ത് കൊടുക്കുകയാണ് അപ്പോൾ അതെല്ലാം തന്നെ രഞ്ജിത്ത് കാണുകയാണ് ലാപ്ടോപ്പിൽ. ഈ സമയം ഹരിതയും ഇന്ദ്രജയും ഉദയനും എല്ലാവരും കൂടി പത്മയടക്കം യതീന്ദ്രനും എല്ലാവരും കൂടി സംസാരിക്കുകയാണ് അപ്പോൾ അവർ ഫോട്ടോ വെച്ചതിനെ കുറിച്ചുള്ള പുകഴ്ത്തി സംസാരിക്കുകയാണ് ഹരിതയുടെ ഡിസൈനാണ്, ഹരിതയുടെ ബുദ്ധി അപാരം തന്നെ, ഇതൊന്നും നമുക്ക് ആദ്യം തോന്നിയില്ലല്ലോ എന്നൊക്കെ ഇന്ദ്രജ പറയട്ടെ. അങ്ങനെ ഹരിതയെ എല്ലാവരും മനോളം പുകഴ്ത്തുകയാണ് അപ്പോഴാണ് സൂര്യ അവിടേക്ക് ഒക്കെ മാറി നന്ദിനി എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് വരുന്നത്. അപ്പോൾ നന്ദിനി രാജുവിനോട് പറയുകയാണ്, രാജുവേട്ടാ ഇനിയിപ്പോൾ ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങളാണാവോ ഉണ്ടാവാൻ പോകുന്നത്, എനിക്കെന്തോ വല്ലാത്ത പേടിയാവുന്നു എന്ന് പറയുമ്പോൾ രാജു പറയണേ, എന്ത് പേടിക്കാനാണ് മോളെ, ഇവിടെ പ്രശ്നം ഉണ്ടാക്കുക തന്നെ വേണം, ഇവരെ കാണിക്കുന്ന തോന്നിവാസം ഇതിന് സൂര്യ സാറ് തന്നെയാണ് നല്ല മറുപടി കൊടുക്കേണ്ടത് എന്നൊക്കെ പറയട്ടോ. അങ്ങനെ താഴേക്ക് ഇറങ്ങി വരുന്ന സമയത്താണ് രഞ്ജിത്തും വേദയും കൂടി നിൽക്കുന്ന ആ ഫോട്ടോ കാണുന്നത്. അത് കഴിഞ്ഞ് എല്ലാവരുടെയും ഫോട്ടോസ് ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോസ് എല്ലാം തന്നെ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നത് സൂര്യ കാണുകയാണ് അപ്പോൾ അതിൽ സൂര്യയുടെയും നന്ദിനിയുടെയും ഫോട്ടോ മാത്രമില്ല. അതോടുകൂടി സൂര്യ പിന്നെ പ്രശ്നം ഉണ്ടാക്കാൻ ഒരുങ്ങുകയാണ്. അപ്പോൾ സൂര്യയോട് തർക്കിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ പിറകിൽ കളിച്ചത് ആരാണെന്നുള്ളതൊക്കെ എനിക്ക് മനസ്സിലായി, എൻ്റെയും നന്ദിനിയുടെയും ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോ ഇത്രയും നാൾ ഇവിടെ ഉണ്ടായിരുന്നു, പിന്നെ അത് പെട്ടെന്ന് നശിപ്പിച്ചത് ആരാണെന്നുള്ളതൊക്കെ എനിക്കറിയാം, എനിക്ക് വാശി പിടിച്ചാൽ ഉടനെ തന്നെ അതുപോലെയുള്ള ഫോട്ടോസ് 100 കണക്കിന് ഫോട്ടോസ് ഞാൻ ഈ വീട് മുഴുവനും എനിക്കറിയാം, അതിന് എനിക്കൊരു സെക്കൻഡ് പോലും വേണ്ട. പിന്നെ ഇവിടെ നിങ്ങളെല്ലാവരും കൂടി വെച്ചിരിക്കുന്ന, നിങ്ങളെല്ലാവരും കൂടി ചേർന്ന് നിൽക്കുന്ന ഈ ഫോട്ടോസ് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ എനിക്കത് നശിപ്പിക്കാനും അറിയാം. പക്ഷേ ഞാനത് ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്നോ, എൻ്റെ നന്ദിനി എന്നോട് പറഞ്ഞിട്ടുണ്ട്, തെറ്റ് ചെയ്തവരോട് ക്ഷമിക്കുമ്പോഴാണ് അവർക്കുള്ള ഏറ്റവും വലിയ ശിക്ഷ നമ്മൾ കൊടുക്കുന്നത് എന്ന്. അതുകൊണ്ട് മാത്രമാണ് ഞാനതെല്ലാം ക്ഷമിച്ചു നിൽക്കുന്നത്, അല്ലാതെ എനിക്കതൊന്നും കഴിയാഞ്ഞിട്ടല്ല എന്ന് പറയട്ടോ. അത് കേട്ടപ്പോൾ പത്മയ്ക്കും ഹരിതയ്ക്കും ഇന്ദ്രജയ്ക്കൊന്നും ഒട്ടും പിടിക്കുന്നില്ല. നന്ദിനിയെക്കുറിച്ച് സൂര്യ പുകഴ്ത്തി പറഞ്ഞത് കേട്ടപ്പോൾ സൂര്യ പത്മയെ വെല്ലുവിളിക്കുകയാണ്, നിങ്ങളെ കൊണ്ട് തന്നെ, നിങ്ങളുടെ നാവ് കൊണ്ട് തന്നെ ഞാൻ പറയിപ്പിക്കും, ഈ വീടിൻ്റെ മഹാലക്ഷ്മിയാണ് നന്ദിനി എന്നുള്ളതും നന്ദിനിയോടൊപ്പം ചേർന്ന് എൻ്റെ ഒരു ഫോട്ടോ എടുക്കുക എന്നുള്ളതൊക്കെ നിങ്ങളെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും, അത് കാത്തിരുന്ന് കണ്ടോ എന്ന് പറയുമ്പോൾ പത്മ അതൊരു പുച്ഛഭാവത്തോടു കൂടിയാണ് കേൾക്കുന്നത്. അപ്പോൾ പത്മയും തിരിച്ചു പറയണ, നമുക്ക് കാത്തിരുന്ന് കാണാം, അങ്ങനെ ഒരു ദിവസം വരുമോ എന്ന് നമുക്ക് കാണാം എന്ന് പത്മയും പറയട്ടോ. അങ്ങനെ നന്ദിനിയോട് സൂര്യ പറയണേ, നന്ദിനി ഈ ഫോട്ടോസ് ഒന്നും കണ്ട് നീ വിഷമിക്കൊന്നും വേണ്ട, ഫോട്ടോയിലല്ലല്ലോ നിന്റെ വിലയുള്ളത്, നിനക്കുള്ള വിലയും സ്ഥാനവും എല്ലാം തന്നെ എൻ്റെ മനസ്സിലാണ് നന്ദിനി. ഇതുപോലത്തെ ആയിരക്കണക്കിന് ഫോട്ടോസ് ഉണ്ടാക്കാനൊക്കെ ഈ സൂര്യയ്ക്ക് ഒരു നിമിഷം മതി, പക്ഷേ ഞാനത് ചെയ്യാതിരിക്കുന്നത് ഇവരും ഞാനും തമ്മിൽ അപ്പോൾ ഒരു വ്യത്യാസവും ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ടാണ് നന്ദിനി ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞ് സൂര്യ പിന്നെ പുറത്തേക്ക് പോവാൻ ഈ സമയം ലാപ്ടോപ്പിൽ വേദ ഡ്രസ്സ് മാറുന്നതെല്ലാം തന്നെ ഇരുന്ന് കാണുകയാണ്. ഇതിനെക്കുറിച്ചുള്ള ബാക്കി റിവ്യൂ അടുത്ത വീഡിയോയിൽ പറയാം.